Hi friends, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കപ്സയാണ്. ചിക്കൻ കപ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ഓർഫനേജിലേക്ക് ഡൊണേറ്റ് ചെയ്യണം. നമ്മുടെ പോളി ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഫനേജ് നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലത്ത് ഉള്ള ഓർഫനേജാണ്. ഞാനൊരു 3-4 തവണ അവിടെ പോയിട്ടുണ്ട്. നമ്മൾ 3-4 വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് നമ്മളിന്ന് ചിക്കൻ കപ്സ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ചൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, നമുക്ക് ഫോളോവേഴ്സ് കുറവാണ്, നമ്മൾ അതിലൊന്നും അധികം കളിക്കാറില്ല. അപ്പോൾ ഇനി നമ്മൾ ഇൻസ്റ്റാഗ്രാമും വിട്ടുവെക്കില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ കപ്സ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. എന്താ കൊഴുപ്പില്ല രതീഷേ, കോഴിയെ നല്ല കൊഴുപ്പാണ്. നന്നായി ക്ലീൻ ചെയ്ത് എടുക്കുന്നത്. ചിക്കനൊക്കെ ഒരു 3-4 തവണ നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു ലൈനിട്ട് കൊടുക്കണം, അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ ഇറങ്ങുള്ളൂ. ഒരുപാട് വലുതാക്കി പൊട്ടിപ്പോകും. ലേശമാണ് കൂടെ മതി. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മതിയല്ല, ഇതിൽ തന്നെയാണ് നമ്മൾ ചോറും റെഡിയാക്കി എടുക്കണം. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം, ഒരു 1/2 ലിറ്റർ മതിയാവും. നമുക്കിനി കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ട് കോരി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിൽ തന്നെ ഉള്ളി ഇടാം. ഒന്ന് ചെറുതായി ഒന്ന് വാടി വരണം. നമുക്ക് പട്ട, ക്രാമ്പ്, ഏലക്കായ്, കുറച്ച് ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ആ പാകത്തിനുള്ള ഉപ്പ്. പിന്നെ നോക്കിയിട്ട് നമുക്കിടാം. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇളക്കി ശേഷം ഇനി നമുക്ക് കുറച്ച് കപ്സ മസാല ഇട്ട് കൊടുക്കാം. കപ്സ മസാലയാണത്. മതി.
കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. മതി മതി, ബാക്കി പിന്നെ ഒഴിക്കാം. ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ വെള്ളത്തിന്. നമുക്ക് അടയ്ക്കുന്നതിന് മുന്നേ കുറച്ച് ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു രസം. അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ വെച്ചിട്ട് കുറേ നേരം നമുക്ക് തുറന്ന് നോക്കാം. നന്നായി തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവും. നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്ക് ചിക്കൻ പീസുകളൊക്കെ എടുത്ത് മാറ്റാം അതിനകത്ത് നിന്ന്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന്. നമുക്ക് ഇനി ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടടുപ്പ് കൂട്ടിയിരിക്കണം, എങ്കിലേ സംഭവം ആവുള്ളൂ. നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് മാത്രം പോരാ, കുറച്ച് ഓയിൽ കൂടെ ഒഴിക്കണം, എങ്കിലേ സംഗതി ശരിയാവുള്ളൂ. കുറച്ച് ഓയിൽ കൂടെ ഒഴിക്കാം. നമുക്കിത് ചിക്കനൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. ചിക്കൻ ഓരോ പീസായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ സംഗതി റെഡിയായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. നമുക്കിത് ചോറ് റെഡിയാക്കി എടുക്കാം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് നമ്മൾ വറുത്തെടുത്ത സാധനങ്ങൾ കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ലാസ്റ്റ് ഇടാം ബാക്കി. ഇനി കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു, അപ്പോൾ അതിനുള്ള ഉപ്പ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്ക് നോക്കണം, പോരെങ്കിലും ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അടച്ച് വെച്ച് തിളപ്പിക്കാം. നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്, അടിപൊളിയായി തിളക്കുന്നുണ്ട്. അതിന് അരി കൂട്ടി കൊടുക്കാം. അരി ഇട്ട് കൊടുക്കാം. നമ്മളത് ബസുമതി അരിയാണ്. അത് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് കുതിർത്തിയെടുത്താം. നമുക്ക് ഒന്ന് ഇളക്കി വിട്ട് പതുക്കെ തീ കത്തിച്ചാൽ സംഗതി റെഡി. അടച്ചു വയ്ക്കാം.
നമുക്ക് തുറന്നു ഒന്ന് ഇളക്കി ഉടനെ അടുക്കി പിടിക്കാനുള്ള എല്ലാ സാധനവും. അഞ്ച് മിനിറ്റ് ആയിട്ടില്ല. ഇത് കുറച്ച് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം. ഈ അടിയിൽ പതുക്കെ കത്താമോ ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. കുറച്ച് നമുക്ക് ഡെക്കറേഷൻ. ഒരു 5 മിനിറ്റ് നമുക്ക് ദമ്മല്ല, ഒന്ന് അടച്ച് വെച്ചാൽ ചിക്കൻ്റെ മണവും ചോറിൻ്റെ മണമൊക്കെ ചിക്കനിൽ പിടിക്കും. ചിക്കൻ്റെ മണമൊക്കെ ചോറിനും പിടിക്കും. ഓക്കെ, റെഡി. കുറച്ച് മല്ലിയും പുതിനയൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു 5 മിനിറ്റ് നമുക്ക് ദമ്മിൽ വെക്കാം. ദമ്മിൽ വെക്കാം. ഓക്കെ, നമ്മളൊരു 10 മിനിറ്റോളം ദമ്മിൽ വെച്ചിട്ടുണ്ട്. അത് ഇറക്കാം. ചൂടൊന്നുമില്ല. ചിക്കനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കറക്റ്റായി. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, അതിനാണ് നമ്മൾ കുറച്ച് ബാക്കി വെച്ചത്. അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരിയൊക്കെ മുകളിലിട്ടാൽ ഒരു നല്ല രസം ഉണ്ടാകും കാണാൻ. സന്തോഷമായ ഓ ദൈവം അനുഗ്രഹിക്കട്ടെ.